എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർബത്താണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സർബത്ത് തയ്യാറാക്കാൻ അറിയാം, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണേ. ഞങ്ങൾക്ക് ഇവിടെ പ്ലാവേലും മാവേലും ഒക്കെ ആയിട്ട് ഒരുപാട് പാഷൻ ഫ്രൂട്ടിന്റെ തൈകൾ ഉണ്ടായിരുന്നേ. എന്നാൽ പല കാരണങ്ങളാൽ ഇപ്പൊ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ വീടിനോട് ചേർന്ന് തന്നെ 2 തൈകൾ നട്ടു വളർത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിന്റെയും അതുപോലെ ചുവപ്പ് കളറിന്റെയും 2 തൈകളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് മറ്റുള്ളിടത്തേക്ക് ഓടണ്ടല്ലോ. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഓരോ തൈകളൊക്കെ ഇങ്ങനെ നട്ടു വളർത്തുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ മതിവരുവോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ കായ്ച്ചേക്കുന്ന ഈ ഒരു റെഡ് കളറിലുള്ള പാഷൻ ഫ്രൂട്ട് ആണ്. ഇപ്പൊ ഞാൻ 4 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ പറിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് വേണം നന്നായിട്ട് കഴുകിയിട്ട് സർബത്ത് തയ്യാറാക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരുപാട് പാഷൻ ഫ്രൂട്ട് കിട്ടുന്ന സമയം നോക്കി സ്ക്വാഷ് ഒക്കെ തയ്യാറാക്കി വെക്കും. അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ സ്ക്വാഷ് ഒക്കെ തയ്യാറാക്കുമ്പോൾ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഏകദേശം 2 മാസമൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ പറിച്ചെടുത്ത പാഷൻ ഫ്രൂട്ട് ഒക്കെ നല്ല രീതിക്ക് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മുടെ സർബത്ത് തയ്യാറാക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഓരോ പാഷൻ ഫ്രൂട്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നടുവേ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിവിടെ മുകളിലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തപ്പോ കണ്ട നല്ല പൾപ്പുണ്ട് ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ 1-2 പാഷൻ ഫ്രൂട്ട് ഒക്കെ കിട്ടുമ്പം ഈ പാഷൻ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുവേ. അതിനുശേഷം കഴിക്കും. നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളെല്ലാം അങ്ങനെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ജ്യൂസും തയ്യാറാക്കും. ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് ഐസൊക്കെ ആഡ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ അത് കുറച്ചും കൂടി റിഫ്രഷിങ് ആയതുകൊണ്ട് കൂടുതലായിട്ടും ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഈ ഒരു പാഷൻ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത്. നമുക്ക് പനിയൊക്കെ വരുമ്പം പാഷൻ ഫ്രൂട്ട് വെറുതെ ഇങ്ങനെ കഴിക്കണം. അപ്പൊ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെ തന്നെ കഴിക്കുന്നത് നല്ലതാണ്. ഈ ഒരു പാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല കേട്ടോ, ഇതിൽ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ ഉണ്ട്. വിറ്റാമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫൈബർ കണ്ടന്റ് നല്ല രീതിക്കുണ്ട്. അപ്പൊ കുരുവോടൊപ്പം തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യണം, എങ്കിലും നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് കൊളസ്ട്രോൾ ഒക്കെ ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായിട്ട് ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹാർട്ടും കിഡ്നിയും ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. ഇപ്പൊ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പൊതുവേ കുറഞ്ഞു വരും. ആ ഒരു അവസരത്തിൽ നമുക്ക് പാഷൻ ഫ്രൂട്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നാൽ നമ്മൾ ജ്യൂസ് ആയിട്ടൊന്നും കഴിക്കരുത് കേട്ടോ. നമ്മൾ ഇത് അതേപോലെ തന്നെ പഞ്ചസാര ഒന്നും ചേർക്കാതെ അങ്ങനെ തന്നെ നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു 5 പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പൊ ഞാനിവിടെ ആദ്യം 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഫോർക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഫോർക്ക് ഉപയോഗിച്ച് നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പം അതിന്റെ പൾപ്പിൽ കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിക്ക് ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുവേ. അപ്പൊ തുടർച്ചയായിട്ട് കുറച്ച് സമയം നമ്മുടെ പഞ്ചസാര അലിയുന്ന ആ ഒരു സമയം വരെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവത്തോണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും ആയി പോവരുത്, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒരു നുള്ളു മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഐസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നല്ല തണുത്ത വെള്ളമാണ്. അത് മാത്രമല്ല, ഞാൻ തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഐസ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നില്ല. അത് നിങ്ങൾ അന്നേരം തന്നെ തയ്യാറാക്കി അപ്പൊ തന്നെ സെർവ് ചെയ്യാനാണെങ്കിൽ കുറച്ച് ഐസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ എടുത്ത പാഷൻ ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രാ നാരങ്ങാനീരൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ പാഷൻ ഫ്രൂട്ട് സർബത്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അല്പം സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ ഗ്ലാസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഗ്ലാസ്സിലേക്കും നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് സർബത്ത് ഒഴിച്ചു കൊടുക്കാവേ. ഇനി കുരു ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുരു ആവത്തില്ല എന്നുണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പ് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്ന് അരിച്ചെടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എല്ലാവരും പാഷൻ ഫ്രൂട്ട് സർബത്ത് ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു സിമ്പിൾ എന്നാൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള സർബത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.